ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി അതോറിറ്റിയിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തമായിട്ട് അറിയാം. കമ്മ്യൂണിസവും മുതലാളിത്തവും കുറെ നാളായിട്ട് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്. തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം സ്കീം ഇറക്കുന്ന, മുതലാളി ഒരു ബൂർഷയായിട്ട് കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഘടന എന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും കുറെ ആളുകളുടെ മൈൻഡിൽ സ്ട്രൈക്കായി കിടക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ ഇതാണ് നമ്മുടെ നാട്ടിൽ റിക്വയർഡ് ആയിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവരുടെ മിനിമം വേജസ് കൂട്ടുക, അവർക്ക് എംപവേർഡ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടായി കൊടുക്കും. ഇപ്പോഴത്തെ കാലം അനുസരിച്ച് ആൾക്കാർക്ക് വേണ്ടത് തൊഴിലാണ്, തൊഴിലാളികളുടെ എംപവർമെന്റ് അല്ല. അത് ഓൾറെഡി ആയി കഴിഞ്ഞു. കേരളം ഇത്ര ലിറ്ററേച്ചർഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നേരത്തെ തൊട്ടുള്ളതുകൊണ്ടാണ്. കമ്മ്യൂണിസത്തിന്റെ ഒരു ആശയം, ഒരു ബേസിക് ആശയം ചെറുതായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ടൈം പണ്ടേ വന്നു. ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി അതോറിറ്റിയിൽ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള പ്രോഗ്രാംസും സംരംഭകരെയും തൊഴിലുകളും വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു കുട്ടികളെ വളരാൻ സഹായിക്കാത്ത, തൊഴിലാളികൾക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണെന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയിലുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി സംഘടനയെ തിരിച്ചറിയാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.